ഹായ് ഗൈസ്, ഫോറക്സ് മാർക്കറ്റിന്റെ ബിഗിനേഴ്സിന് വേണ്ടിയുള്ള നാലാമത്തെ പാർട്ട് വീഡിയോ ആണിത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ടാകുക ഫണ്ട് ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോസിനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ XNS എന്ന് പറഞ്ഞ ഒരു ബ്രോക്കറിൽ എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വളരെ ഈസി ആയിട്ട് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയിൽ ആ ഒരു സെയിം പ്ലാറ്റ്ഫോമിൽ XNS എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോമിൽ എങ്ങനെ ഫണ്ട് ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോ ചെയ്യാം, എങ്ങനെ ട്രേഡ് ചെയ്യാന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് മനസ്സിലാക്കി തരുന്നത്. അതേപോലെ തന്നെ P2P സിസ്റ്റത്തിനെ കുറിച്ചിട്ടും XNSന്റെ ഫണ്ട് ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോ ചെയ്യുന്ന സമയത്തുള്ള റൂൾസിനെ കുറിച്ചെല്ലാം സംസാരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോസിലേക്ക് പോയിട്ട് എങ്ങനെ ഒരു ഫണ്ട് ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോ ചെയ്യാം, ട്രേഡ് ചെയ്യാന്നുള്ള കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം. XNSന്റെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പ്രൊഫൈലിന്റെ സെക്ഷനിലേക്ക് പോവാം. ഈ ഒരു പ്രൊഫൈലിന്റെ സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ പേഴ്സണൽ ഡീറ്റെയിൽസിന്റെ അവിടെ ഫുള്ളി വെരിഫൈഡ് കാണാൻ പറ്റുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ തന്നെ പേഴ്സണിന്റെ അക്കൗണ്ട് ആണ്, അതുകൊണ്ടാണ് ഫുള്ളി വെരിഫൈഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് ഹൈ ലെവലിൽ ഡെപ്പോസിറ്റും കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അക്കൗണ്ട് സെക്ഷനിലേക്ക് പോയിട്ട് ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ക്രിയേറ്റ് ആൻഡ് ന്യൂ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ക്രിയേറ്റ് ആൻഡ് ന്യൂ എന്ന് പറഞ്ഞിട്ട് അവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ഓപ്ഷൻ കാണിക്കുന്നുണ്ട്, ഡെമോ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്. നമുക്ക് വെർച്വൽ ക്യാപിറ്റൽ യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ട്രേഡ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ഡെമോ അക്കൗണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആ ഒരു ഡെമോ അക്കൗണ്ടിന്റെ ഏരിയയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ നോർമലി സ്റ്റാൻഡേർഡ് ഇങ്ങനെ കുറച്ച് അക്കൗണ്ട് ടൈപ്പ് ഉണ്ട്, അത് കാണിക്കുന്നുണ്ടാവും. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ട്രേഡിങ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നത് റിയൽ അക്കൗണ്ട് ആണ്. റിയൽ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് അക്കൗണ്ട് ടൈപ്പും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇതാണ് കൂടുതലായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് ബിഗിനേഴ്സ് വന്നു കഴിഞ്ഞാൽ. നമുക്കിവിടെ മിനിമം ഡെപ്പോസിറ്റും കാര്യങ്ങളും $10 ആണ് വരുന്നത്. സ്പ്രെഡ് വരുന്നത് 0.20 ആണ്. കമ്മീഷൻ ഇല്ല. നമുക്ക് ചെറിയൊരു സ്പ്രെഡ് കൊടുത്തുകൊണ്ട് തന്നെ ട്രേഡും കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതാണ്. ബിഗിനേഴ്സിന് ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ആണ്. കുറച്ച് ടൈപ്പ് അക്കൗണ്ട് കൂടി വരുന്നുണ്ട്, അതുകൂടി ഞാനൊന്ന് പറഞ്ഞുതരാം. പിന്നെ സ്റ്റാൻഡേർഡ് സെൻഡ് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് ആണ്. ഇവിടെ മിനിമം ഡെപ്പോസിറ്റ് $10 ആണ്. സ്പ്രെഡ് വരുന്നത് കുറച്ച് കൂടുതലാണ്, 0.3 ആണ് വരുന്നത്. പ്രോ അക്കൗണ്ട് ഉണ്ട്. പ്രോ അക്കൗണ്ടിൽ മിനിമം ഡെപ്പോസിറ്റ് $500 ആണ് വരുന്നത്. സ്പ്രെഡ് 0.10 ആണ്. നമുക്ക് ചെറിയൊരു സ്പ്രെഡ് കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ കമ്മീഷൻസും കാര്യങ്ങളും ഇല്ല. പിന്നെ റോ സ്പ്രെഡ് ആണ് വരുന്നത്. ഇവിടെ $500 ഉണ്ട്. സ്പ്രെഡ് 0 ആണ്, കമ്മീഷൻ 0 ആണ്. ഓക്കെ, ഇവിടെ ഒരു ഫിക്സ്ഡ് കമ്മീഷൻസും കാര്യങ്ങളും ഉണ്ട്. അത് ട്രേഡ് ചെയ്യുന്ന സമയത്താണ് വരുന്നുണ്ടാകുക. ഓക്കെ, അതേപോലെ 0 ഉണ്ട്. 0 എന്ന് പറഞ്ഞാൽ $500 ഡെപ്പോസിറ്റ് ഉണ്ട്. സ്പ്രെഡ് 0 ആയിരിക്കും. കമ്മീഷൻ 0.05 ആയിരിക്കും വരുന്നുണ്ടാകുക. 13 പേഴ്സിലായിരിക്കും നമുക്കിത് അവൈലബിൾ ആയിട്ടുണ്ടാകുക. ഓക്കെ, ഈ 0.05 എന്നുള്ള കമ്മീഷൻസ് നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുന്നുണ്ട്, അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്നുണ്ടാകുക. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷനിലേക്കായിരിക്കും. നമുക്ക് മിനിമം ഡെപ്പോസിറ്റ് $10 ആണ് വരുന്നത്. നമുക്ക് ട്രേഡ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാലും ഒരു $10 ആഡ് ചെയ്തുകൊണ്ട് ഏറ്റവും എളുപ്പമായിട്ട് ഒരു ബിഗിനേഴ്സിനെല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അക്കൗണ്ട് ആണ്. ഓക്കെ, നമ്മൾ ഈ ഒരു അക്കൗണ്ട് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. ഇവിടെ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കറൻസീസ് ചോദിക്കുന്നുണ്ടാവും. ഏതിലാണ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് കാണിക്കേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഈ കറൻസിയിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് INR ആക്കണം എന്നുണ്ടെങ്കിൽ INR എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ റുപ്പിയിലായിരിക്കും പ്രോഫിറ്റ് ആൻഡ് ലോസ് കാണിക്കുന്നുണ്ടാവുക. ഞാൻ ഇവിടെ USD ആണ് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കൊരു പേര് കൊടുക്കേണ്ടതുണ്ട്. അവിടെ നമുക്ക് ഏതെങ്കിലും ഒരു പേര് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേരാണ് കൊടുക്കുന്നത്. അതിനുശേഷം ലിവറേജ് ചോദിക്കുന്നുണ്ട്. എത്ര ലിവറേജ് ആണ് നിങ്ങൾക്ക് വേണ്ടത്? നമുക്ക് 1:1 ലിമിറ്റഡ് വരെ കാണുന്നുണ്ട്. അത്രയും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ട്രേഡിംഗ് കാര്യങ്ങളും മൂല്യത്തിനനുസരിച്ചിട്ടാണ് ചെയ്യാൻ പറ്റുക. ആവറേജ് ആയിട്ട് 1:200 ലെവൽ ഇപ്പോഴുള്ള സെറ്റ് ചെയ്ത ലെവൽ തന്നെ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ 1:500 ലെവലിൽ നമുക്ക് അലോ ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഞാനിവിടെ 1:500 ആണ് കൊടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നമുക്കൊരു പാസ്വേഡ് സെറ്റ് ചെയ്തതായിട്ട് വരുന്നുണ്ട് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിന്. നമ്മൾ കഴിഞ്ഞ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്ത പോലെ തന്നെ 8 to 50 ക്യാരക്ടർ വേണം. അറ്റ്ലീസ്റ്റ് ഒരു അപ്പർ ക്യാരക്ടർ, ലോവർ ക്യാരക്ടർ വേണം. അതേപോലെ തന്നെ ഒരു നമ്പർ വേണം, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ വേണം. ഞാനൊരു പ്രൊട്ടക്റ്റഡ് ആയ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. FX സ്റ്റോക്സ് എന്ന് പറഞ്ഞിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ $0 ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നമുക്ക് ഓപ്പൺ, പെൻഡിങ്, ക്ലോസ്ഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓർഡേഴ്സും കാര്യങ്ങളെല്ലാം നമുക്ക് വരുന്നതനുസരിച്ച് കാണാൻ പറ്റുന്നതാണ്. അതെല്ലാം കാണിച്ചു തരാം. നമുക്കിവിടെ ഡെപ്പോസിറ്റ് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ഇവിടെ കാണാൻ പറ്റും മുകളിലായിട്ട്. അതേപോലെ വിഡ്രോ ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്. ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരുപാട് ഡെപ്പോസിറ്റ് ഓപ്ഷൻസും എല്ലാം കാണാൻ പറ്റുന്നുണ്ടാവും. അതേപോലെ തന്നെ വിഡ്രോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിഡ്രോസിന്റെ ഓപ്ഷൻസും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, നമുക്കിവിടെ ഹിസ്റ്ററി പോക്കാണെന്നുണ്ടെങ്കിൽ ഹിസ്റ്ററി ഇവിടെ ക്ലിക്ക് ചെയ്യാം. നമ്മൾ വിഡ്രോ ചെയ്തിട്ടുള്ളതും അതേപോലെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളതെല്ലാം കാണാൻ പറ്റും. ഇവിടെ ലാസ്റ്റ് 30 days കാണാൻ പറ്റും. ലാസ്റ്റ് 3 months എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺ സൈഡ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതാണ് എങ്ങനെയാണ് ഫണ്ട് ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്കിവിടെ എങ്ങനെയാണ് ഡെപ്പോസിറ്റ് ചെയ്യാൻ നോക്കാം. നമുക്ക് അതിന് വേണ്ടിയിട്ട് ഡെപ്പോസിറ്റ് എന്നുള്ള ഈ ഒരു ഏരിയയിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ടെതർ ഉണ്ട്, USDT ERC20 നമുക്ക് ഇതീറത്തിന്റെ വാലറ്റിന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ്. TRC20 ഉണ്ട്.
അതേപോലെ UPI ഡയറക്റ്റ് ഉണ്ട്, UPI എക്സ്പ്രസ് ഉണ്ട്, ബാങ്ക് കാർഡ് ഉണ്ട്, ബൈനാൻസ് പേ ഉണ്ട്, ബിറ്റ്കോയിൻ ഉണ്ട്, ഓൺലൈൻ ബാങ്ക് ഉണ്ട്, സ്ക്രില്ല് ഉണ്ട്, അതേപോലെ UPI ഓൺലൈൻ ബാങ്ക് ഉണ്ട്. ഇതായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്ന പേയ്മെന്റ് മെത്തേഡ് ഉണ്ടാകുക UPI ഓൺലൈൻ ബാങ്കിൽ നിന്ന്. നമുക്ക് എങ്ങനെയാണ് ട്രാൻസാക്ഷൻ ചെയ്യാൻ നോക്കാം. UPI ബാങ്കിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ എമൗണ്ടിൻ്റെ അവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 100 USDT ആഡ് ചെയ്യുന്നുണ്ട്. 9200 രൂപ 100 USD ആയിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, 100 USDT ഇന്ത്യൻ റുപ്പീസിൽ വരുന്ന സമയത്ത് 9200 ആണ്. ഓക്കെ, നമുക്ക് മിനിമം 10 USD തൊട്ട് അതേപോലെ തന്നെ ഒരു 500 USD വരെയാണ് ഡെപ്പോസിറ്റിൻ്റെ ലിമിറ്റും കാര്യങ്ങളും വരുന്നത്. അതിനുശേഷം ഞാൻ കണ്ടിന്യൂ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എൻ്റെ UPI ID ഇവിടെ ഫസ്റ്റ് ഒന്ന് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. UPI ID ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കാം. നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നാണ് കാണിച്ചു തരുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്ക് കൺവേർഷൻ ഡേറ്റും കാര്യം കാണാൻ പറ്റുന്നുണ്ട്. 1 USD 91.86 ആണ് വരുന്നത്. നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം 100 USD. അതിനുശേഷം വീണ്ടും നമ്മുടെ UPI ID ഏതാണോ കൊടുത്തിട്ടുള്ളത് സെയിം UPI ID തന്നെ നമുക്ക് കൊടുക്കാം. ഈ ഒരു UPI ID ഈ ഒരു ബാങ്ക് തന്നെ ആയിരിക്കും നമ്മൾ വിഡ്രോ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അവിടെ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒന്ന് ഗൂഗിൾ പേയിലേക്ക് പോയിട്ട് വെരിഫൈ ചെയ്തിട്ട് വരാം, നമുക്ക് പേയ്മെൻറ്റും കാര്യങ്ങളും ചെയ്തതിന് ശേഷം. ഓക്കെ, ഞാൻ പേയ്മെൻറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇവിടെ ട്രാൻസാക്ഷൻ ഫുള്ളി കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. 9200 രൂപ ഞാൻ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഒന്ന് വെയിറ്റ് ചെയ്യാം, നമുക്കൊന്ന് സ്ക്രോൾ ചെയ്യാം. ഓക്കെ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ആ ഒരു USDT ഇതിലേക്ക് ആഡ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഫണ്ട് ആഡ് ആയിട്ട് കാണുന്നുണ്ട്. 100.14 USD നമുക്ക് ഇവിടെ ആഡ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നമുക്കിവിടെ ട്രേഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ട്രേഡും കാര്യങ്ങളെല്ലാം എടുക്കാൻ പറ്റുന്നതാണ്. ഇവിടെ ഫേവറേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കറൻസീസ് ഞാൻ ആഡ് ചെയ്ത് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ മോസ്റ്റ് ട്രേഡേഴ്സ്, ടോപ്പ് മൂവേഴ്സ്, മേജർ എന്നെല്ലാം മറ്റും കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് ട്രേഡ്സും കാര്യങ്ങളും കറൻസി പേഴ്സും കാര്യങ്ങളും സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിവിടെ സെർച്ചിലേക്ക് പോയിട്ട് Euro USD ആണ് എടുക്കാൻ പോകുന്നത്. ജസ്റ്റ് ഒരു ഡെമോ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, Euro USD എടുക്കുന്നുണ്ട്. അതിനുശേഷം ലെഫ്റ്റ് സൈഡിലായിട്ട് ആ ഒരു ചാർട്ടിൻ്റെ ഒരു ഐക്കൺ കാണുന്നുണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് അവിടെ CAN 6 എന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് CAN 6 ചാർട്ട് കാണാൻ പറ്റുന്നതാണ്. അതിനുശേഷം 1 മിനിറ്റ് എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്ത് ഞാൻ 5 മിനിറ്റ്സിലേക്ക് മാറ്റുന്നുണ്ട്. ടൈം ഫ്രെയിമും കാര്യങ്ങളും നമുക്ക് അവിടെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് ബൈ ആൻഡ് സെല് ചെയ്യാൻ വേണ്ടി ഇവിടെ ബൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലോട്ട് ടൈപ്പ് ചെയ്യേണ്ട ഏരിയ കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെയായിരുന്നു ലോട്ട് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ വോളത്തിൻ്റെ അവിടെ 1 എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഒരു പിപ്പ് മൂവ്മെന്റ് വരുന്ന സമയത്ത് നമ്മൾ ബൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 USD ആയിരിക്കും പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നുണ്ടാകുക. 0.1 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 USD ആയിരിക്കും ഒരു പിപ്പ് മൂവ്മെന്റ് വരുന്ന സമയത്ത് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നുണ്ടാകാം. ഓക്കെ, ഇപ്പോൾ 0.01 ആണെന്നുണ്ടെങ്കിൽ 10 സെന്റ് ആയിരിക്കും നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് ഇവിടെ കിട്ടുന്നുണ്ടാകും നമ്മൾ ഈ ഒരു ബൈ ഓർഡർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, നമുക്കിനി സെൽ ഓർഡർ ക്ലിക്ക് ചെയ്യാം. സെൽ ഓർഡറിലേക്ക് വന്നിട്ടാകുമ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് 0.01 ലോട്ടിൽ ഞാനൊന്ന് സെല് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ 0.01 കൺഫേം സെല്ല് എന്നുള്ള ആ ഒരു ഏരിയ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ഓർഡർ പ്ലേസ് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർഡർ പ്ലേസ് ആയിട്ടുണ്ട്. മുകളിലായിട്ട് PNL USD എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അവിടെ നമ്മൾ നെഗറ്റീവ് ബാലൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു നെഗറ്റീവ് ബാലൻസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മളൊരു കമ്മീഷനാണ്, സ്പ്രെഡ് ആണ് പിടിച്ചിട്ടുള്ളത്. നമ്മൾ ഓർഡർ എടുക്കുന്ന സമയത്ത് തന്നെ നമുക്കൊരു കമ്മീഷൻ പിടിക്കുന്നതാണ്. സ്പ്രെഡായിട്ട് നെഗറ്റീവ് ബാലൻസ് ആയിരിക്കും നമുക്ക് കാണിക്കുന്നുണ്ടാകാം. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ പുറത്ത് വന്നു കഴിഞ്ഞാൽ അക്കൗണ്ട് സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ഓർഡേഴ്സിൽ കാണാൻ പറ്റും. അതേപോലെ പെൻഡിങ് ഓർഡർ ക്ലോസിലൊന്നും വേറെ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഓക്കെ, നമുക്കിനി വീണ്ടും ആ ഒരു ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ എങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ്, എങ്ങനെ ഒരു ലോസ് കട്ട് ചെയ്ത് മാറാം, ടാർഗറ്റ് വെക്കുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ മുകളിലായിട്ട് SL കാണാൻ പറ്റുന്നുണ്ട്. മാസ്റ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ ഡ്രാഗ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് എവിടെയാണ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യേണ്ടത് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ TP ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഡൗൺ സൈഡിൽ മൂവ്മെന്റ് വരുന്ന പോലെ ഒരു ലൈൻ കാണുന്നുണ്ടാവും. അവിടെ നമുക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓർഡേഴ്സും കാര്യങ്ങളും കൺഫേം ആയിട്ട് വരുന്നതാണ്. നമ്മൾ ആ ഒരു സ്റ്റോപ്പ് ലോസ് ആ ഒരു സ്വിംഗ് ഹൈൻ്റെ മുകളിലും ടാർഗറ്റ് ആ ഡൗൺ സൈഡിൽ ആ ഒരു ഏരിയ ആയിരിക്കും വരുന്നുണ്ടാകുക. ഓക്കെ, ഇതേപോലെ നമുക്ക് ഈസി ആയിട്ട് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും സെറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഡൗൺ സൈഡിലായ ഓർഡേഴ്സിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ടേക്ക് പ്രോഫിറ്റും സ്റ്റോപ്പ് ലോസും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ബാക്ക് പോയിട്ട് എങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ആ ഒരു പോർഷൻ കട്ട് ചെയ്ത് മാറാൻ നോക്കാം. ആ ഒരു പോർഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. ഡൗൺ സൈഡ് ക്ലോസ് ഓർഡർ ഉണ്ട്. അവിടെ കൺഫേം കൊടുത്ത് തന്നെ നമ്മൾ ഓർഡർ എക്സിറ്റ് ആയിട്ട് പോകുന്നതാണ്. ഓക്കെ, നമ്മുടെ ഒരു ലോസിൽ ബുക്ക് ആയിട്ടുണ്ട് 0.20 USD നമ്മൾ ആ ഒരു പോർഷൻ സ്ക്വയർ ഓഫ് ആയി മാറിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ മുകളിൽ ബാലൻസ് അതായത് 100 USD ഉള്ളത് കുറഞ്ഞിട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് ട്രേഡ്സും കാര്യങ്ങളും പുഷ് ചെയ്യാൻ പറ്റുന്നതാണ് ബൈ ആൻഡ് സെൽ ചെയ്തുകൊണ്ട്. നിങ്ങൾക്ക് ട്രേഡ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പെൻഡിങ് ഓർഡറും അതേപോലെ സ്റ്റോപ്പ് ലോസ് എല്ലാം അതേപോലെ എങ്ങനെ ലോഡ് സൈസ് കാര്യങ്ങൾ സെലക്ട് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ XNS എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്യുക. എന്നാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ആ ഒരു ട്യൂട്ടോറിയൽ വീഡിയോസും കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ നമ്മുടെ വിഡ്രോസും കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ അപ്പ് സൈഡിൽ ഡെപ്പോസിറ്റിന്റെ
റൈറ്റ് സൈഡിലായിട്ട് വിഡ്രോ ഓപ്ഷൻ കാണുന്നുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ഓൺലൈൻ ബാങ്ക് ഉണ്ട്, ടെതർ ഉണ്ട്, അതായത് ERC20 ഉണ്ട്, TRC20 ഉണ്ട്. നമുക്ക് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബൈനാൻസ് പേ ഉണ്ട്, ബിറ്റ്കോയിൻ ഉണ്ട്, നെസ്ലർ ഉണ്ട്, സ്ട്രില്ല് ഉണ്ട്. അങ്ങനെ ഒരുപാട് പേയ്മെന്റ് മെത്തേഡ് നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. ഏത് പേയ്മെന്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് ആ ഒരു സെയിം മെത്തേഡ് ഉപയോഗിച്ച് വിഡ്രോ ചെയ്യാൻ നോക്കാം. നമ്മൾ UPI ആണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഓൺലൈൻ ബാങ്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വിഡ്രോസും കാര്യങ്ങളും ചെയ്യുന്നുണ്ടാകുക. നമുക്ക് 1000 USD വരെയാണ് മാക്സിമം വിഡ്രോ ചെയ്യാൻ പറ്റുന്നുണ്ടാകുക ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട്. ഞാനിവിടെ ഒരു 50 USD വിഡ്രോ ചെയ്യുന്നുണ്ട്. 50 പറഞ്ഞ് ടൈപ്പ് ചെയ്യുന്നു. 4550 രൂപയാണ് ഞാൻ വിഡ്രോ ചെയ്യുന്നത് ഇന്ത്യൻ റുപ്പീസിൽ. 15 റുപ്പീസാണ് മിനിമം വിഡ്രോ ഓപ്ഷൻ ആയിട്ട് നമുക്ക് കാണുന്നത്. കണ്ടിന്യൂ കൊടുക്കാം. അതിനുശേഷം നമുക്ക് കൺവേർഷൻ റേറ്റ് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. 1 USD 91 എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റുന്നതാണ്. അതിനുശേഷം കൺഫേം കൊടുക്കാം. വീണ്ടും ഒരു കൺഫേം കൊടുക്കാം. ഗോട്ട് ഇറ്റ്. അതിനുശേഷം നമ്മുടെ റിക്വസ്റ്റ് വിഡ്രോവലിൻ്റെ ഓപ്ഷൻ്റെ അവിടെ നമ്മൾ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ബാങ്ക് നെയിം, IFC, അക്കൗണ്ട് നമ്പർ, അക്കൗണ്ട് പേഴ്സൺ നെയിമും കാര്യങ്ങളും കൊടുത്തതിന് ശേഷം കൺഫേം കൊടുക്കുക. ഓൾറെഡി ഉള്ളത് കൊണ്ടാണ് എൻ്റെ അവിടെ ഇങ്ങനെ കാണിക്കുന്നത്, ഫില്ലായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഹിസ്റ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വിഡ്രോ 50 USD എന്ന് മറ്റേ അവിടെ എഴുതി കാണിക്കുന്ന ടൈമും കാര്യങ്ങളിലും നമുക്ക് അവിടെ കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, നമ്മൾ വിഡ്രോ ആയിട്ടുണ്ട് 180 USD. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഫണ്ട് ഡെപ്പോസിറ്റും വിഡ്രോയും വരുന്നുണ്ടാകുക. നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് ഫണ്ട് ഡെപ്പോസിറ്റും വിഡ്രോയും ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ UPI ഉപയോഗിച്ചിട്ടാണ് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത്. മിനിമം ഡെപ്പോസിറ്റ് ലിമിറ്റ് ഉണ്ട്, അതേപോലെ തന്നെ മാക്സിമം ലിമിറ്റും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. സെക്കൻഡ് ആയിട്ട് വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ, സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെ വിഡ്രോ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. XNSന്റെ റൂൾ പ്രകാരം നിങ്ങൾ ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണോ ഡെപ്പോസിറ്റ് ചെയ്തത് ആ ഒരു മെത്തേഡ് അല്ലാതെ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ആക്സസിബിലിറ്റി അവർ കാണിക്കുന്നുണ്ടാവില്ല. ഐ മീൻ വിഡ്രോ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ ക്രിപ്റ്റോ ട്രാൻസാക്ഷൻസ് ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ TRC20 അല്ലെങ്കിൽ ERC20 വഴിയാണ് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ, ബിറ്റ്കോയിൻ കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെയിം വേ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് പേ ഔട്ട്, അതായത് വിഡ്രോയും കാര്യങ്ങളും ചെയ്യേണ്ടത്. അതേപോലെ സെയിം വാലറ്റും കൂടി ശ്രദ്ധിക്കും. ഇപ്പോൾ നിങ്ങളൊരു ബിറ്റ്കോയിൻ്റെ ഒരു വാലറ്റ് ഉണ്ട്, ആ ഒരു വാലറ്റ് തന്നെ ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോ ഉണ്ട്, സെയിം വാലറ്റ് തന്നെ ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെയുണ്ട്. നിങ്ങളിപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ട്രാൻസ്ഫറും കാര്യങ്ങളും ചെയ്യുന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് വേണം. നമ്മളിപ്പോൾ ബാങ്ക് വഴിയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ P2P മെത്തേഡിലാണ് നമുക്ക് ഫണ്ട് ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോ നടക്കുന്നുണ്ടാകുക. ഒരിക്കലും XNS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രോക്കർ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഫണ്ട് ഡെപ്പോസിറ്റോ അതേപോലെ വിഡ്രോ ചെയ്യുന്നില്ല. അതേ ഏരിയയിലുള്ള P2P എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രാൻസ്ഫർ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു നമ്മൾ ഫണ്ട് ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോ ചെയ്യുന്നുണ്ടാകുക. ഞാൻ ഒരിക്കലും XNSന് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവില്ല. നേരത്തെ ഞാൻ ഒരു 9200 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ XNSനെല്ലാം ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. വേറൊരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു ഇവരുടെ ഒരു എന്താ പറയുക ഷെൽ കമ്പനീസിനായിരിക്കും ഞാൻ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാകുക. അതേപോലെ തന്നെയാണ് വിഡ്രോ ചെയ്യുന്ന സമയത്ത് നമുക്ക് വിഡ്രോസ് കിട്ടുന്നുണ്ടാകും. ഒരു തേർഡ് പാർട്ടി ഒരു ഷെൽ കമ്പനിന്നായിരിക്കും നമുക്ക് വിഡ്രോ കാര്യങ്ങൾ കിട്ടുന്നുണ്ടാകുക. അതുകൊണ്ട് തന്നെ സേഫ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇന്ത്യയിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ടാണ് ഫോറക്സ് ബ്രോക്കേഴ്സ് ഫണ്ട് ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോസ് ചെയ്യുന്നുണ്ടാകുക. ഇതിനാണ് നമ്മൾ P2P എന്ന് പറയുന്നുണ്ടാകുക. അതേപോലെ തന്നെ നമുക്ക് ഫണ്ട് ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോ ചെയ്യുന്ന സമയത്ത് ഫീസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺവേർഷൻ റേറ്റ് ആണ്. USD 86 റുപ്പീസ് ആണ് നമുക്കറിയാം. പക്ഷെ ഇവിടെ കൺവേർഷൻ റേറ്റ് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു 91.7 എന്നല്ലായിരിക്കും വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പൊ ആ ഒരു കൺവേർഷൻ റേറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്തും വിഡ്രോ ചെയ്യുന്ന സമയത്തും ശ്രദ്ധിക്കുക. ചില സമയത്ത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് 92 എല്ലായിരിക്കും വരുന്നുണ്ടാവും, വിഡ്രോ ചെയ്യുന്ന സമയത്ത് 91.50 എല്ലായിരിക്കും വരുന്നുണ്ടാവും. അപ്പൊ അതിന്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ അത് ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ആ ഒരു കൺവേർഷൻ റേറ്റ് ഹൈ ഉള്ള സമയത്ത് വിഡ്രോ ചെയ്യാനും കാര്യങ്ങളെല്ലാം നോക്കുക. അതേപോലെ കൺവേർഷൻ റേറ്റ് കുറവുള്ള സമയത്ത് ഡെപ്പോസിറ്റ് ചെയ്യാനും നോക്കുക. അതേപോലെ തന്നെ നമുക്ക് XNSന്റെ സർട്ടിഫിക്കേഷൻസിനെ കുറിച്ച് നോക്കാം. ഇന്ത്യയിൽ ഒരു കേസ് എടുക്കലാണെന്നുണ്ടെങ്കിൽ ഫോറക്സിന്റെ ബ്രോക്കേഴ്സിന് ഇന്ത്യയിൽ റെഗുലേഷൻസോ കാര്യങ്ങളൊന്നും ഇല്ല അല്ലെ. നമുക്കറിയാം FEMA ആക്ട് പ്രകാരം 1992 പ്രകാരം നമുക്കിവിടെ ബ്രോക്കേഴ്സിന് അലോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഒരു റെഗുലേഷൻസിന്റെ സർട്ടിഫിക്കേഷൻസോ കാര്യങ്ങളൊന്നും XNSന് ഇല്ല. ഇവിടെ നോക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുള്ള കൺട്രീസിൽ ഏതൊക്കെയാണ് സർട്ടിഫിക്കേഷൻസ് ഉള്ളതെന്നാണ്. നിങ്ങൾക്ക് ഇത് സെർച്ച് ചെയ്തിട്ട് ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം XNSന്റെ പ്ലാറ്റ്ഫോമിലേക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതാണ്. CYSES, FEA, FSCA, FSA ഇങ്ങനെ പറഞ്ഞിട്ടുള്ള 4 സർട്ടിഫിക്കേഷൻസ് ആണ് XNS പ്ലാറ്റ്ഫോമിലുള്ളത്. ഓക്കെ,
നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏത് ഫോറക്സ് ബ്രോക്കറിനും ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റെഗുലേഷൻസോ കാര്യങ്ങളോ ഇല്ല. നമ്മൾ അതുകൊണ്ട് തന്നെ ഫോറക്സ് ബ്രോക്കേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് പുറത്തുള്ള കൺട്രീസിലുള്ള സർട്ടിഫിക്കേഷൻസ് ബേസ് ചെയ്തിട്ടും അതേപോലെ ഫണ്ട് ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോ ചെയ്യുന്നതിന്റെ സേഫ്റ്റി നോക്കിക്കൊണ്ടുമാണ്. ഓക്കെ, XNS വന്നിട്ടുള്ളത് ഓൾമോസ്റ്റ് 2008 ആ ഒരു ടൈമിലാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ട്രസ്റ്റഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതേപോലെ നമ്മൾ ഫണ്ട് ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫണ്ടമെന്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസിനെ കുറിച്ചിട്ടെല്ലാം ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുന്നതാണ്. അതേപോലെ എങ്ങനെ നമുക്ക് ടെക്നിക്കൽ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാന്നുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. എന്റെ പേഴ്സണൽ ആയിട്ടുള്ള മെന്റർഷിപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡൗൺ സൈഡിൽ എന്റെ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ പറ്റുന്ന അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.